എന്നും രാവിലെ എണ്ണിച്ചിട്ട് ഇതുപോലെ കുറച്ച് നേരം വെളിയിലോട്ട് നോക്കി നിൽക്കുവേ എല്ലാവരും താഴെ കോലം വരയ്ക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ നിന്നില്ലെങ്കിൽ എന്തോ ഒരു മനസ്സമാധാനക്കേട് പോലെയാണ് തോന്നാറുള്ളത്. എങ്കിൽ സമയമാണെങ്കിൽ അന്നേരം പോവുകയും ചെയ്യുവേ. ഞാനാണെങ്കിൽ എനിക്ക് ശർക്കര കാപ്പി ഉണ്ടാക്കിയിട്ട് കുടിക്കാനുള്ള വെള്ളം കൂടെ വെച്ചിട്ടാണ് അങ്ങനെ കുറേ നേരം നോക്കി നിന്നത്. ഞാൻ വന്നപ്പോഴത്തേക്ക് അതെല്ലാം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞിനുള്ള പാലൂടെ അങ്ങ് തിളപ്പിക്കുവാണ്. എന്നിട്ട് ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അന്നേരത്തേക്ക് കുറച്ച് ക്യാരറ്റും സവോള എല്ലാം കൂടെ പെട്ടെന്ന് തന്നെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കും. എനിക്കാണെങ്കിൽ ഉപ്പുമാവ് വെളുത്തിരിക്കുന്നതിനേക്കാളും നല്ലത് കളർഫുള്ളായിട്ട് ഇരിക്കുന്നത് കാണുന്നതാണ്. അന്നേരം ക്യാരറ്റ് ആകുമ്പോൾ ഒരു ഓറഞ്ച് കളറൊക്കെ കാണുമല്ലോ. ഞാനാണ് ക്യാരറ്റ് ചോപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ചട്ടിയോടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ചോപ്പ് ചെയ്ത ക്യാരറ്റ് ഉള്ളി എല്ലാം കൂടി ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുമായിരുന്നു. എന്നിട്ട് പിന്നെ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് അതൊന്ന് തിളച്ചപ്പോഴത്തേക്ക് റവയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ ഉപ്പുമാവ് എല്ലാം അവിടെ ഇരുന്ന് വേകട്ടെ. ആ സമയം കൊണ്ട് ഞാൻ ചോറിനുള്ള അരിയും കൂടെ അങ്ങ് അടുപ്പിലോട്ട് ഇടുന്നുണ്ടായിരുന്നേ. എന്നിട്ട് പിന്നെ ഇന്നലത്തെ മോരുകറിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് കാന്താരി അച്ചാറും ഇരിപ്പുണ്ടായിരുന്നു. അന്നേരം ഞാൻ വിചാരിച്ച് കിഴങ്ങെടുത്ത് അങ്ങ് മെഴുക്ക് വരട്ടെ. എന്നാൽ നമ്മൾ കുഞ്ഞിനായാലും ഇഷ്ടമാണ്. വേറെ പച്ചക്കറിയൊക്കെ പച്ചക്ക് കഴിക്കുന്നതാണ് കുഞ്ഞിന് കൂടുതൽ ഇഷ്ടം. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവൻ കഴിക്കത്തില്ല കേട്ടോ. അന്നേരത്തെ ഞാൻ പെട്ടെന്ന് കിഴങ്ങൂടെ അങ്ങ് മെഴുക്ക് വരട്ടാന്ന് വിചാരിച്ചു. അങ്ങനെ ഒന്ന് ഉച്ചക്കലത്തേക്ക് കറിയായിട്ട് കിഴങ്ങ് മെഴുക്ക് വരട്ടെ. പിന്നെ ഇനി ഉപ്പുമാവിന് പപ്പടം കൂടെ വറക്കണമേ. പിന്നെ ആ പപ്പടം കാണുമല്ലോ. പിന്നെ കാന്താരിമുളക് അച്ചാറും കൂടെ ഉണ്ടായിരുന്നേ. പിന്നെ മോരുകറി ഇരിപ്പുണ്ട്. അന്നേരം ഞാൻ കിഴങ്ങ് അങ്ങോട്ട് അടുപ്പിലോട്ട് വെച്ചിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും മഞ്ഞപ്പൊടി ഉപ്പും എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുവാണ്. അന്നേരത്തേക്ക് ചോറ് അവിടെ വെന്ത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ അതൊന്ന് അടച്ചിടുമായിരുന്നു. പിന്നെ ഞാൻ പപ്പടം കൂടെ വറുത്തെടുക്കുന്നുണ്ട്. അതാകുമ്പോൾ ഉപ്പുമാവിനും ആകും പിന്നെ ഉച്ചയ്ക്ക് ചോറിനും കൂടെ ആകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ പപ്പടം കൂടെ വറക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ ജോലിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഓടിപ്പോയത് കുളിച്ചിട്ട് വന്നിട്ട് പെട്ടെന്ന് തന്നെ വിളക്ക് കത്തിക്കുമായിരുന്നേ. അന്നേരത്തേക്ക് പാക്കി സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കാര്യമായിട്ട് ഇതിന് എന്തൊക്കെയോ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ പാക്കിയെ സ്കൂളിൽ കൊണ്ട് വിട്ടിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് പിന്നെ ഞാൻ നേരെ തന്നെ അങ്ങ് അമ്പലത്തിലോട്ട് പോയിട്ടുണ്ട്. വീടിന്റെ അടുത്ത് തന്നെയാണ് അമ്പലം. എന്നിട്ട് പിന്നെ പ്രസാദം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് പേടയാണ്. ഇവിടുത്തെ പ്രസാദം ഇതാണ്. പിന്നെ തൈരും പഞ്ചസാരയും കൂടെ അതും ഉണ്ടായിരുന്നേ. അങ്ങനെ പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞിട്ട് ചന്ദനമൊക്കെ ഇട്ടിട്ട് ഇനി നേരെ അങ്ങ് വീട്ടിലോട്ട് പോവാണ്.